തെരഞ്ഞെടുപ്പ് തീയതി അറിഞ്ഞതിന് ശേഷം പ്രതികരിക്കാൻ UDF സ്ഥാനാർത്ഥി ചാലക്കുടിയിലെ UDF സ്ഥാനാർത്ഥി ശ്രീ ബെന്നി ബഹനാൻ നമുക്കൊപ്പമുണ്ട്. തീയതി പ്രഖ്യാപനം വന്നിരിക്കുന്നു, ഏപ്രിൽ 26. എങ്ങനെ കാണുന്നു? വളരെ സന്തോഷം. കാരണം കഴിഞ്ഞ പ്രാവശ്യവും രണ്ടാം ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ഈ പ്രാവശ്യം അങ്ങനെ തന്നെ. ഏപ്രിൽ 26 ഇനിയും ഒരു മാസത്തിൽ കൂടുതലുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നേരത്തെ ആരംഭിച്ചതുകൊണ്ട് ഇനിയും പ്രവർത്തനം തുടങ്ങേണ്ട കാര്യമില്ല. ഇനി ഒന്നുകൂടി തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതുകൊണ്ട് ഒന്നുകൂടി അതിനൊരു ഏകീകരണം ഉണ്ടാക്കി 26 മുമ്പായി ചെയ്തു തീർക്കേണ്ട എല്ലാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും ഞങ്ങൾ പൂർത്തീകരിക്കും. വളരെ ആത്മവിശ്വാസത്തോടു കൂടി തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങുന്നു. ഏപ്രിൽ 26 എന്ന് പറയുമ്പോൾ ഇനി ഒരു മാസത്തിന് മേലെ കിടക്കുകയാണ്. ഇത്രയും അധികം ദിവസം വരുമ്പോൾ ഈ പ്രചാരണ പരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ബുദ്ധിമുട്ടല്ലേ ഈ ചൂടുകാലത്ത്? ഒരു ബുദ്ധിമുട്ടുമില്ല. തെരഞ്ഞെടുപ്പിൽ കാലാവസ്ഥയിലുണ്ടാകുന്ന ചൂടൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. കാര്യം ഇതൊരു വലിയ ലക്ഷ്യത്തിലേക്ക് വേണ്ടി നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. ഈ രാജ്യത്തിന്റെ മതേതരത്വവും ജനാധിപത്യവും ഭരണഘടനയും ഒക്കെ സംരക്ഷിക്കാൻ നമുക്ക് ഈ ചെറിയ ചൂടല്ലേ കൊള്ളേണ്ടി വന്നിട്ടുള്ളൂ. ഈ രാജ്യത്തിന്റെ മതേതരത്വവും ജനാധിപത്യവും ഭരണഘടനയും ഉണ്ടാക്കാൻ നമ്മുടെ പൂർവികന്മാർ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തും അതിനുശേഷവും സഹിച്ച ചൂടും മഞ്ഞും തണുപ്പുമൊക്കെ എത്രയാ. അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ ചൂടൊരു പ്രശ്നമല്ല. ഒരു രണ്ടാം റിപ്പബ്ലിക്കിലേക്ക്, മറ്റൊരു റിപ്പബ്ലിക്കിലേക്ക് ഇന്ത്യയെ കൊണ്ടുപോകാൻ നടത്തുന്ന മോഡി ശ്രമത്തിന് എതിരെ പോരാടുന്നതിന് വേണ്ടി ചൂടൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. അപ്പം ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പോളിംഗ് കഴിഞ്ഞാൽ എണ്ണുന്നതിലേക്ക് നല്ല സമയമുണ്ടല്ലോ, സമയ വ്യത്യാസമുണ്ടല്ലോ, അതിനെങ്ങനെയാണ് കാണുന്നത്? ബുദ്ധിമുട്ടാകുമോ കാത്തിരിപ്പ്? വളരെ നല്ലതാണ്. കാത്തിരിപ്പ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കാത്തിരിപ്പ് എപ്പോഴും ഒരു ആകാംക്ഷയുള്ളതാണ്. പക്ഷെ വിജയത്തെക്കുറിച്ച് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടി മാനസിക സന്തോഷത്തോടു കൂടി ഒരു അവധിക്കാലം പോലെ ആ ഒരു മാസക്കാലം ഞങ്ങൾ ആഘോഷിക്കും.